ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കാണുവാൻ തക്കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തിരുവനന്തപുരത്ത് നിന്നും സ്വല്പമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് ഇന്നത്തെ വായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ സങ്കീർത്തനങ്ങളിൽ 104 10-11 വാക്യങ്ങളാണ്. അതിനിപ്രകാരം: അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. ഈ പറയപ്പെട്ട വാക്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചറിയാം, ദൈവം സൃഷ്ടിച്ചായ ഈ ലോകം പലതരത്തിലെ അന്യോന്യം ബന്ധപ്പെട്ട് കഴിയുകയാണ്. പ്രത്യേകിച്ച് നാം പ്രകൃതിയെ കാണുമ്പോൾ പ്രകൃതിയുടെ പ്രത്യേകത ആശ്വാസത്തിന്റെ സന്ദേശങ്ങളാണ് നൽകുന്നത്. പുറമേ കാണുന്നതായ കാഴ്ചകൾ പ്രത്യേകിച്ചറിയാം. പൂവും കായും ചെടികളും വൃക്ഷങ്ങളും ഫലങ്ങളും ഒക്കെയും ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. അതായത് ഭൂമിയിൽ മുളച്ചു വരുന്നതായ സസ്യങ്ങളൊക്കെയും മനുഷ്യന്റെ ആഹാരമായിട്ടും അതുപോലെ തന്നെ മനുഷ്യന്റെ സന്തോഷത്തിനായിട്ടും ഉള്ള ഒരു പ്രവണത കാണുവാൻ കൊണ്ട് സാധിക്കും. ആകാശം ഭൂമിയെ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും. അവയെ ദർശിക്കുന്നതായ നമുക്ക് സന്തോഷത്തിനുള്ളതായ പല തരത്തിലുള്ള വകകളുമുണ്ട്. നമുക്കറിയാം, ഈ സൂര്യപ്രകാശം അത് മനുഷ്യന് ആവശ്യമാണ്, അത് ചെടികൾക്ക് ആവശ്യമാണ്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ളതായ പ്രകാശം ലഭിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ചെടികൾ അവയിൽ നിന്ന് ഉള്ള ആ പ്രകാശം സ്വീകരിക്കുകയും അത് മുഖാന്തരം തങ്ങളുടെ നിലനിൽപ്പ് നടക്കുകയും ചെയ്യുന്നു. ആയതുപോലെ തന്നെ നമ്മൾ വായിച്ചതുപോലെ, അതെ, അവൻ ഉറവുകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു. അതായത് ജലം ഒഴുകി സമുദ്രത്തിലേക്ക് ലയിക്കുകയാണ്. അതിനു മുൻപായിട്ട് അത് ചെടികളെ നനയ്ക്കുകയാണ്, വൃക്ഷങ്ങൾക്ക് അവർക്കുള്ള ആഹാരത്തിനുള്ള അവർക്കുള്ള വഴികൾ ഒരുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭൂമിയിൽ ദൈവം ചെയ്തിരിക്കുന്ന ഈ നന്മകളെ കാണുമ്പോൾ കണിശമായിട്ടും നമുക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞതായ വരികയാണ്. 145 സങ്കീർത്തനം 15-16 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ ഇപ്രകാരം പറയുന്നു: എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അതെ, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഈ സൃഷ്ടിയുടെ മാഹാത്മ്യം ദർശിപ്പാൻ കൊണ്ട് സാധിക്കും. ആദിമ പിതാക്കളായ ആദാമും ഹവ്വയും ഈ ഭൂമിയെ കണ്ട് അതിന്റെ മഹത്വം, അതിലുള്ളതായ നന്മ, അതിലുള്ളതായ വിശുദ്ധി അത് കാണാൻ തക്കവണ്ണം സാധിച്ചെങ്കിലും പാപം മുഖാന്തരം അവരുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടായി. എങ്കിലും പാപത്താൽ നമുക്കറിയാം ഈ ഭൂമിയിൽ കഷ്ടതയും ക്രൂരതയും മുള്ളും പറക്കാരയും ഒക്കെ ഉണ്ടായെങ്കിലും അതിലൂടെ അത് ഉണ്ടെങ്കിലും തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇതൊക്കെ നാം കാണുമ്പോൾ കണിശമായിട്ടും ദൈവസ്നേഹം ആ ദൈവത്തിന്റെ സൃഷ്ടിയിൽ കാണുവാൻ സാധിക്കും. മനോഹാരിത, പൂക്കളെ കാണുമ്പോൾ അവയിലുള്ളതായ നിറങ്ങള് അത് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നു. പച്ചയായ പുൽപ്പടങ്ങളിലേക്ക് നടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുണ്ടായി. എന്താണ്? അവന്റെ ഭൗമികമായ ആസ്വാദനത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ കാര്യങ്ങളൊക്കെയും ദൈവസ്നേഹത്തെ വർണ്ണിക്കുകയാണ്. അപ്പൊ ദൈവസ്നേഹം അത് നമ്മുടെയൊക്കെയും ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെയും ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളതാണ്. അപ്പൊ ആയതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ ദിവസം ആരംഭിക്കുമ്പോൾ കണിശമായിട്ടും ദൈവം ചെയ്യുന്ന നന്മകളെ ദർശിക്കുക. ദൈവസ്നേഹം നമുക്ക് കണ്ട് അത് ഓരോ പൂവിലും ഓരോ ചെടിയിലും ഒരു കായ്ഫലങ്ങളിലും എല്ലാം കാണുവാൻ സാധിക്കും. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രകൃതിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പക്ഷികളെല്ലാം പാട്ടുപാടുകയാണ്. അതെ, അവരുടെ ശബ്ദത്തിലാണെങ്കിലും അതിലൂടെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സൃഷ്ടി, അതേ മനോഹാരിത ഇതൊക്കെയും കാണുവാൻ സാധിക്കും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയും കാണുമ്പോൾ കണിശമായിട്ടും ദൈവം ചെയ്ത നന്മകളെ ഓർക്കുക, ദൈവം എത്ര നല്ലവനാണെന്ന് ഓർക്കുക. ആയതുകൊണ്ട് ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ നാം ദൈവത്തിന് സമർപ്പിക്കുക. കാരണം പുറമേ കാണുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയായ ദൈവത്തിന്റെ മനോഹാരിത ദർശിപ്പാൻ തക്കവണ്ണമാണ് ഇതൊക്കെയും ഉണ്ടാക്കിയത്. ആയതുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി പ്രകൃതിയിൽ നിന്നുള്ളതായ കാര്യങ്ങളെ ആസ്വദിക്കുകയും അത് മാത്രമല്ല അതിലൂടെ ദൈവത്തെ കാണുവാനെക്കൊണ്ട്, ദൈവസ്നേഹം കാണുവാനെക്കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ തകളെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇനി ഈ ദിവസം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അവിടുത്തെ
അടിയങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഈ ഉപകാരങ്ങൾ ഓർക്കുന്നതിനും അതേ ഭൗമികമായി കാണുന്ന കാഴ്ചകളൊക്കെയും അടിയങ്ങളുടെ ആനന്ദത്തിനും സന്തോഷത്തിനും അടിയങ്ങളുടെ ആരോഗ്യത്തിനുമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കും സഹായിക്കണമേ. ഇന്ന് ഈ ദിവസം പ്രത്യേകിച്ച് ജന്മദിനമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണമേ. ഈ ദിവസം അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. അടിയങ്ങളുടെ യാതൊരു കേട്ട സ്തോത്രം എല്ലാം യേശുവിൽ കൂടെ താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമുക്ക് ഈ ദിവസം തന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കാൻ തക്കോണം നമുക്ക് ദിവസം ആരംഭിക്കാം. ഒരു ശുഭദിനം നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.